Good evening. So, start here. So, last time we problem 20 solve. Next question. 21st question. Mr. B will require rupees 30 lakhs after 10 years from now. So, that means 30 lakh and 10 years. So, the present value and future value. Future value. Okay. He wants to ascertain an amount to be invested in a fund which pays interest at the rate 10% per annum. That means Mr. B ke 10 വർഷം കഴിയുമ്പോഴത്തേക്ക് 30 ലക്ഷം രൂപ വേണം. എന്താണ്? He wants to ascertain an amount to be invested in a fund which pays interest at the rate 10% per annum. So ഓരോ ഇയറിലും ഒരു ഫണ്ടിലേക്ക് 10% ഇൻട്രസ്റ്റ് തരുന്ന ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യും? So options available on first one to make annual payment into the fund at the end of each year. So first one എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് വൺ ഇൻഫർമേഷൻ വെച്ചിട്ട് എന്ത് മനസ്സിലായി? നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്യും? At the end of the each year we want regular. Okay. So annuity regularന്റെ എന്ത് കണ്ടുപിടിക്കണം? ഏത് ഫോർമുല യൂസ് ചെയ്യണം? annuity regularന്റെ present value ആണോ future value? So 30 lakhs എപ്പോഴാണ് വേണ്ടത്? After 10 years. After 10 years. That means future value ആണ് തന്നിരിക്കുന്നത്. അതിലേക്ക് ഓരോ വർഷവും 10% ഇൻട്രസ്റ്റ് തരുന്ന ഫണ്ടിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യും. That means annuity regular. So ഏത് ഈക്വൽ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്താൽ that means we have to find out annuity amount കമ്പ്യൂട്ട് ചെയ്യണം. So ഏത് ഫോർമുല യൂസ് ചെയ്യാം നമുക്ക്? Future value of annuity regular. Okay. So future value of annuity regular formula എന്താണ്? A into 1 plus I raised to n minus 1 divided by A into 1 plus I the whole raised to n minus 1 divided by I. Okay. So substitute ചെയ്യാം. നമുക്ക് എന്തറിയാം? A 30 lakhs ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. So future value 30 lakhs ആണ്. We have to find out A. Then I എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 0.10. That means 1.10 the whole raised to n എത്രയാണ്? 10. Whole raised to 10 minus 1 divided by 0.10. So calculator will compute here 1.1 the whole raised to 10 minus 1 divided by 0.10 കണ്ടുപിടിക്കുക. Then m plus number ലേക്ക് ചെയ്യുക. Then 330 lakhs divided by കിട്ടിയ MRC. A is equal to right answer. 2,70,598. 2 lakh very line. 1,88,236. 6.2 lakh 1,88,236.18 അല്ലെങ്കിൽ 2 നമുക്ക് അറൗണ്ട് ഇവിടെ എവിടെ ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇപ്പം റേസ് ടു 10 നമ്മൾ 11 എടുത്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ 9 എടുത്ത് കാണുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. കിട്ടിയോ എല്ലാവർക്കും? ഇത് കിട്ടിയായിരുന്നു? കിട്ടിയോ ജന? ഇനി അടുത്ത് നോക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്താന്ന് നോക്കാം. ഇൻവെസ്റ്റ് എ ലംസം എമൗണ്ട് ഇൻ ദ ഫണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. സോ ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്? ഓരോ വർഷവുമുള്ള കോൺട്രിബ്യൂഷൻ വിട്ടിട്ട് എന്താണ്? ഒരു സിംഗിൾ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ക്യാഷ് ഇൻവെസ്റ്റ്മെന്റ് ലംസം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. സോ ദാറ്റ് മീൻസ് റൈറ്റ് നൗ ഇന്ന് തുടങ്ങുകയാണെങ്കിൽ എത്രയാണ്? 10 വർഷമുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഐ ആം ഗോയിങ് ടു ഇൻവെസ്റ്റ് എ ലംസം എമൗണ്ട്. ഞാൻ അക്കൗണ്ട് ഗീവ് ദാറ്റ് ഫെറ്റ്സ് 10% ഇൻട്രസ്റ്റ്. എനിക്ക് എത്രയാണ്? 9 വർഷം കഴിയുമ്പോൾ ദാറ്റ് മീൻസ് എന്റെ അവിടുന്ന് 9 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര ലക്ഷം രൂപ കിട്ടണം? 30 lakhs. സോ അവിടെ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? Future value of single cash flow. Future value of single cash flow. Clearly, adjustment. Okay, some amount. Right now, one 10 years വന്നേനെ അവിടെ എന്നാണ് ചേഞ്ച് വരുന്നത്? ഫണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ദാറ്റ് മീൻസ് ഒരു വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു വർഷത്തിന്റെ എൻഡിൽ. ദാറ്റ് മീൻസ് ഓൾറെഡി റൈറ്റ് നൗ ഇന്ന് മുതൽ 10 വർഷം എന്നുള്ളത് ഒരു വർഷം കഴിഞ്ഞ അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ഇയർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സെക്കൻഡ് ഇയർ ബിഗിനിങ്. ദാറ്റ് മീൻസ് ഒരു വർഷം കഴിഞ്ഞ് മിച്ചം എത്രയുള്ളൂ? 9 വർഷം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്യൂച്ചർ വാല്യൂ ഓഫ് എ സിംഗിൾ ക്യാഷ് ഫ്ലോ. സോ F is equal to CF into 1 plus I the whole raised to n. So
എഫ് എത്രയാണ് 30 lakh ഫ്യൂച്ചർ വാല്യൂ. അതിന് മാറ്റമില്ല. നമുക്ക് എന്താണ് at the end of so and so period we are നമുക്ക് നമ്മുടെ കയ്യിൽ എത്രയാണ് വേണ്ടത് 30 lakhs ആണ് വേണ്ടത്. So 30 lakhs we have to find out the lump sum amount of investment, that means cash flow. Then I എത്രയാണ് ഇവിടെ n എത്രയായിരിക്കും n എത്രയാണ് 9 1.10 the whole raised to 9. So cash flow അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 1.1 whole raised to 9 എടുക്കുക. Ready? 12,72,292.86. 12,72,292.8. 292.8. So ഫസ്റ്റ് ഇയർ എൻഡിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിന്റെ ബിഗിനിങ്ങിൽ ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്രയാണ് അത് അവിടെ നിന്ന് അങ്ങോട്ട് 9 വർഷം കഴിയുമ്പോൾ ഇത്രയാണ് 30 lakhs. തേർഡ് സെനാരിയോ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. To make annual payment in the fund at the beginning of each year. At the beginning of each year. So ഈ വേർഡിൽ നിന്ന് എന്ത് മനസ്സിലായാൽ എന്തായിരിക്കും annuity due. അല്ലെ? So future value of annuity due കണ്ടുപിടിക്കുക. Future value of annuity due അതിനകത്ത് a കണ്ടുപിടിക്കുക. So ANI is equal to a into 1 plus I the whole raised to n minus 1 divided by I into 1 plus I. The 30 lakhs ആണ്. A കണ്ടുപിടിക്കണം. 1.10 the whole raised to 10 minus 1 divided by 0.10 into 1.1. So calculator test വെച്ചിട്ട് ചെയ്യുക. 1.1 the whole raised to 10 minus 1 divided by 0.10 into 1.1 എടുക്കുക. Then അത് മെമ്മറിയിലോട്ട് സേവ് ചെയ്യുക. 30 lakh divided by MRC. So A is equal to 1,71,123.8. 1,71,123.8. എല്ലാവർക്കും ക്ലിയർ അല്ലേ? അതെ സർ. Next question. A project offers an annual return of rupees 2,50,000 for 5 years. If the cost of money is 15%, that means interest അല്ലെങ്കിൽ cost of capital cost of money ഏത് രീതിയിൽ വേണമെങ്കിലും അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് ഫാക്ടർ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് റേറ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ തരാം. So rate is 15%. Calculate the present value of the project. Calculate the present value of the project. എന്താണ് ഈ ക്വസ്റ്റ്യനിൽ ഇത് ഫോർമുല യൂസ് ചെയ്യും ഓരോ ഇയറിന്റെ അല്ലെ? സോ ദാറ്റ് മീൻസ് ഒരു പ്രോജക്റ്റ് നമ്മൾ റൺ ചെയ്യുകയാണ്. ആ പ്രോജക്റ്റിൽ നിന്ന് അതായത് ഫസ്റ്റ് ഇയർ എൻഡ് വേണമെങ്കിൽ പറയാം, പ്രത്യേകിച്ച് ഒന്നും പറയാത്തുണ്ട്. ഫസ്റ്റ് ഇയർ എൻഡില് 2,50,000 ആണ് കിട്ടുന്നത്. സെക്കൻഡ് ഇയർ എൻഡിലും എന്താണ് 2,50,000 കിട്ടുന്നുണ്ട്. തേർഡ് ഇയർ എൻഡില് 2,50,000. ദെൻ ഫോർത്ത് ഇയർ എൻഡില് 2,50,000. ഫിഫ്ത് ഇയർ എൻഡിലും 2,50,000. ദാറ്റ് മീൻസ് ഇത് എന്താണ് series of payments അല്ലെങ്കിൽ series of receipts, amount paid same, time interval equal. So ഇതൊരു annuity ആണ് അല്ലേ? So that means ഈ annuityയുടെ എന്ത് കണ്ടുപിടിച്ചാൽ ആൻസർ ആയി? ഇതൊരു annuity ആണ്. 15% ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? പ്രസന്റ് വാല്യൂ. സോ പ്രസന്റ് വാല്യൂ നോക്കാം. So present value of annuity regular V is equal to A into PNA. PNA എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിങ് ഫാക്ടർ ആണ്. സോ V കണ്ടുപിടിക്കണം. A നമുക്ക് തന്നിട്ടുണ്ട് 2,50,000 ഇൻറ്റു PNA കണ്ടുപിടിക്കാനായിട്ട് ഡിസ്കൗണ്ടിങ് ഫാക്ടർ അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് 15% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് മണി. Then 1 divided by 1.15 equal to
5 times GT. എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? PN9. എത്ര കിട്ടി? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടി? 8,38,038. 8,38,038. 3.352. 8,38,038. Clear? Yes, sir. കിട്ടിയല്ലോ ആൻസർ. ഇതാണ് നമുക്ക് നമ്മുടെ ഒരു നോർമലി നമുക്ക് വലിയൊരു പ്രോബ്ലത്തില് ഒരു ലൈനായിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വരാവുന്നതാണ്. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കണം. സോ ദാറ്റ് മീൻസ് പ്രോജക്റ്റിൽ നിന്ന് റിട്ടേൺ മീൻസ് ഐ എം ഗെറ്റിംഗ് ഇൻഫ്ലോ ഓഫ് 2,50,000 എവറി ഇയർ ഫോർ 5 years. സോ ഒരേ എമൗണ്ട് ആയതുകൊണ്ട് ആനുവിറ്റിയുടെ ഫോർമുല ഡിഫറെന്റ് എമൗണ്ട് ആണെങ്കിൽ നമ്മൾ എന്താണ് ഓരോ വർഷവും ആനുവിറ്റി പ്രസന്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ലാസ്റ്റ് ചെയ്ത പോലെ സ്റ്റെപ്സിൽ ഓരോ ഇയറിലെയും ഡിഫറെന്റ് വാല്യൂസ് എഴുതുക, മൾട്ടിപ്ലൈ ചെയ്ത് GT എടുത്ത് ആൻസറിലേക്ക് വരും. Next one. A doctor is planning to buy an X-ray machine for his hospital. He has 2 options. He can either purchase it by making a cash payment of rupees 5 lakhs or rupees 6,15,000 are to be paid in 6 equal annual installments. Which option do you suggest to the doctor, assuming that the rate of return is 12%? സോ ഇവിടെ എന്താണ് പക്ക ഡിസിഷൻ മേക്കിംഗ്. ഇതേപോലത്തെ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോർമലി നമുക്ക് ഡിസിഷൻ മേക്കിംഗിൽ വരുന്നത്. എൻ്റെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണിത്. സോ ഡോക്ടർക്ക് എന്താണ് ഒരു എക്സ്റേ മെഷീൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. എക്സ്റേ മെഷീൻ വാങ്ങണം. 2 ഓപ്ഷൻ ഉണ്ട്. എന്തൊക്കെയായിരുന്നു? ഓപ്ഷൻ 1 എന്താണ്? 5 lakhs. ഓക്കെ, ഇപ്പൊ പർച്ചേസ് ചെയ്യുക അല്ലെ? Purchase, he can either purchase by making a cash payment of rupees 5 lakhs. 5 ലക്ഷം മുടക്കി ഇപ്പോൾ പർച്ചേസ് ചെയ്യാം. ദാറ്റ് മീൻസ് ഈ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ക്യാഷ് ആയിട്ട് കൊടുക്കണം. അത് പ്രസന്റ് വാല്യൂ ആണോ ഫ്യൂച്ചർ വാല്യൂ ആണോ? സോ ഇന്ന് ഞാൻ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് എന്താണ് ഇന്ന് എത്ര ചെലവുണ്ട്? 5 ലക്ഷം ചെലവുണ്ട്. ദാറ്റ് മീൻസ് എനിക്ക് പ്രസന്റ് വാല്യൂ അല്ലെങ്കിൽ പ്രസന്റ്ലി എത്ര എനിക്ക് ചെലവാകും? 5 ലക്ഷം ആകും. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? മൊത്തം 6,15,000 കൊടുത്ത് എന്താണ് 6 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്, അതിൽ 6,10,000 വെച്ച് 6 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് തെറ്റിദ്ധരിക്കരുത്. സോ 5 ലക്ഷത്തിന്റെ മെഷീൻ ആയിരുന്നു എന്താണ് പല എത്രയാണ് 6 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എന്താണ് ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് കൂടി ചേർത്ത് കൂടുതൽ കൊടുക്കേണ്ടി വരും. സോ 6,15,000 ഡിവൈഡഡ് ബൈ 6 എത്രയാണ്? സോ ഓപ്ഷൻ 2 എന്താണ്? ഓപ്ഷൻ 2 എന്താണ്? 6,15,000 എങ്ങനെ കൊടുക്കണം? ടു ബി പെയ്ഡ് ഇൻ 6 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ്. സോ 6,15,000 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1,02,500 ആണോ? സോ 1,02,500 1,02,500 3 4 5 6. സോ 6,10,000 രൂപ പല ഇയേഴ്സിലായിട്ട് കൊടുക്കുന്നതാണോ ഇപ്പോൾ 5 ലക്ഷം മുടക്കുന്നതാണോ നമ്മുടെ ബെറ്റർ? ഏത് ഓപ്ഷൻ ആയിരിക്കും ഡോക്ടർ എടുക്കുന്നത്? ഒറ്റയടിക്ക് പറയാൻ പറ്റുമോ? സോ ഒന്ന് ചാടിക്കറി നോർമലി നമ്മൾ ഇതിൽ 5 ലക്ഷം ചിലവാകത്തുള്ളൂ, ഇവിടെ 6,10,000 ചിലവാകത്തില്ല. അതുകൊണ്ട് 5 ലക്ഷം മുടക്കി ഇന്ന് വാങ്ങിക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല? പ്രസന്റ് വാല്യൂ ഫാക്ടർ അല്ലെങ്കിൽ ഒരു വാല്യൂ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ. സോ ഈ 1,02,500 കൊടുക്കുന്ന എപ്പോഴാണ്? ഫസ്റ്റ് ഇയർ എൻഡിലാണ്. ഇത് കൊടുക്കുന്നത് സെക്കൻഡ് ഇയർ എൻഡിലാണ്. ഇത് കൊടുക്കുന്നത് തേർഡ് ഇയർ എൻഡിലാണ്. ഇത് 4th ഇയർ എൻഡ്, 5th ഇയർ എൻഡ്, 6th ഇയർ എൻഡ്. സോ ദാറ്റ് മീൻസ് ഇതെല്ലാം എന്താണ്? ഫസ്റ്റ് ഇയർ എൻഡ്. ദാറ്റ് മീൻസ് അതൊരു ഫ്യൂച്ചർ വാല്യൂ ആണ്. സോ പ്രസന്റ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂ കൂടെ ഡയറക്റ്റ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇതെന്താണ്? ഒരു ആനുവിറ്റി റെഗുലർ അല്ലേ? ആനുവിറ്റി റെഗുലർ. സോ ഈ ആനുവിറ്റി റെഗുലറിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ, ഈ 6 പേയ്മെന്റിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം?
പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും കൂടെ ഏതാണ് ബെറ്റർ എന്ന് നമുക്ക് കമ്പയർ ചെയ്യാം. സോ റൈറ്റ് നൗ ഒറ്റയടിക്ക് ഫിഗർ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. സോ 6,14,000 കുറവ് 5 ലക്ഷമാണ്. അതുകൊണ്ട് 5 ലക്ഷം കൊടുത്ത് ഇന്ന് വാങ്ങിക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ഡിസിഷൻ മേക്കിംഗ് ആണ്. സോ ഒന്ന്, ദാറ്റ് മീൻസ് ഇന്ന് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ 5 ലക്ഷം രൂപ കൊടുക്കും, ദാറ്റ് മീൻസ് പ്രസന്റ് വാല്യൂ. ബട്ട് മറ്റേ ഓപ്ഷൻ എന്താണ്, ഞാൻ ഓരോ വർഷവും യൂസ് ചെയ്യും, ദാറ്റ് മീൻസ് ഒരു റെന്റിന് എടുത്തതുപോലെ ആകാം, അല്ലെങ്കിൽ പല രീതിയിലാകാം. ഓരോ വർഷവും ഞാൻ എന്ത് ചെയ്യും, 1,02,500 വെച്ച് കൊടുക്കുന്നു. ഒറ്റയടിക്ക് നോക്കിയിട്ട് ഇത് വലിയ ഫിഗർ ആണ്, അതുകൊണ്ട് ഇതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയട്ടെ. ഇത് പ്രസന്റ് വാല്യൂ, ഇത് ഫ്യൂച്ചർ വാല്യൂ. സോ ഈ ഫ്യൂച്ചർ വാല്യൂസിന്റെ അല്ലെങ്കിൽ ഈ ആനുവിറ്റിയുടെ എന്ത് കണ്ടുപിടിക്കുക, പ്രസന്റ് വാല്യൂ. എന്താണ് ഫോർമുല? V is equal to A into PNI. V കണ്ടുപിടിക്കാം. A എന്താണ്? 1,02,500. സോ PNI കണ്ടുപിടിക്കാനായിട്ട് ഇൻട്രസ്റ്റ് എത്രയാണ് തന്നിരിക്കുന്നത്, റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഏതെടുത്താലും നമുക്ക് എന്താണ് അത് ഇൻട്രസ്റ്റ് റേറ്റ് 12%. സോ കണ്ടുപിടിക്കാനായിട്ട് 1 divided by 1.12 equal to 6 times GT. So we കണ്ടുപിടിക്കാം 1 divided by 1.12 1 2 3 4 5 6 GT into 1,02,500. 1,02,500. 4,21,000. 419.25. 409. 419 അല്ലെ? സോ ഇപ്പൊ കണ്ടോ, ഇനി നോക്കുമ്പോ ഏതാണ് ബെറ്റർ ഓപ്ഷൻ? നമുക്ക് ഒറ്റയടിക്ക് നോക്കുമ്പോഴത്തേക്ക് ആദ്യം ഫിഗർ വെച്ച് നോക്കിയാൽ 5 ലക്ഷം ചെറിയ എമൗണ്ട് ആണ്, 6 ലക്ഷം വലിയ എമൗണ്ട്. സോ ബട്ട് പ്രസന്റ് വാല്യൂലേക്ക് വന്നപ്പോഴത്തേക്ക് എത്രയാണ്? ഇന്ന് എനിക്ക് പർച്ചേസ് ചെയ്താൽ ഓപ്ഷൻ 1ന്റെ പ്രസന്റ് വാല്യൂ എത്രയുണ്ട്? 5 lakh ഉണ്ട്. ഈ പല വർഷങ്ങളായിട്ട് ഞാൻ 6,10,000 കൊടുത്താലും അതിലെനിക്ക് പ്രസന്റ് വാല്യൂ എത്ര, അല്ലെങ്കിൽ എന്റെ ചെലവ് എത്ര വരത്തുള്ളൂ? 4,21,419. സോ ഏത് ഓപ്ഷൻ ആയിരിക്കും ബെറ്റർ? Install. Second option is better. Clearly? Other sir. So present value of option 2 is lesser than present value of option 1. Therefore, option 2 is better. Option 2 is what? Is better. And option 2 should be chosen. Clear no question? Other sir. Yes, sir. Then next question. X will receive rupees 1 lakh by the end of first year from an investment scheme, and the revenue is expected to grow 10% per annum each year up to 5th year. What is the maximum amount that can consider investing in the scheme if he is expecting a return of 15% per annum? ആ ക്വസ്റ്റ്യൻ നമുക്ക് അവസാനം ചെയ്യാം. ക്വസ്റ്റ്യൻ എന്റെ ക്വസ്റ്റ്യനകത്തും ഒരു ഗ്രോത്ത് റേറ്റ് പറയുന്നത് നമ്മൾ ആ ഒരു ഫോമിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇവിടെ കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കാം. വാട്ട് ഈസ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ഓഫ് ₹60 per year forever at an interest rate of 8%? What is the present value of cash flow of ₹60 per year forever? So ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ പ്രസന്റ് വാല്യൂ, സോ ₹60 per year for 5 years, 6 years, 7 years അല്ലെങ്കിൽ 10 years. ഇതെന്താണ്? ഇൻഡെഫിനിറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം. ഇൻഡെഫിനിറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം. സോ
തിയറി നോട്ടായിട്ട് എഴുതുക. പ്രസന്റ് വാല്യൂ ഓഫ് perpetuity. Present value of perpetuity. Perpetuity means, so അതൊരു ആനുവിറ്റി തന്നെയാണ്, പക്ഷെ ഫോർ ഡെഫിനിറ്റ് പീരീഡിലേക്കല്ല, ഇൻഡെഫിനിറ്റ് ആയിട്ട്, ദാറ്റ് മീൻസ് ലൈഫ് ലോങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഇവിടെ ഉണ്ടോ ഫോർ എവർ. സോ ആ സെനാറിയിലാണെന്ന് പറയുന്നത് പെർപെച്യൂറ്റി എന്ന് പറഞ്ഞാൽ മീൻസ് ഒരു ആനുവിറ്റി തന്നെയാണ്, ബട്ട് ഒരു ഡെഫിനിറ്റ് പീരീഡിലേക്കല്ല, ഇൻഡെഫിനിറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആനുവിറ്റി ആണെന്ന് പറയുന്നത് പെർപെച്യൂറ്റി. ദെൻ present value of perpetuity is equal to P divided by I. P divided by I, where P is equal to periodical payments or cash flows. I is equal to interest rate or discount rate. So present value of perpetuity formula, present value is equal to P divided by I. So P എന്നുള്ളത് A എന്ന് വേണമെങ്കിൽ എടുക്കാം, ഫോർമുല എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ആ പീരിയോഡിക്കൽ പേയ്മെന്റ്സിനെയാണെന്ന് പറയുന്നത് P ന്യൂമറേറ്റർ, then denominator will be the interest rate അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് റേറ്റ്. Okay, sir. So ഇവിടെ പറയാം പ്രസന്റ് വാല്യൂ. സോ ഇവിടെ ഫോർമുല യൂസ് ചെയ്യാം. Present value is equal to P divided by I. The perpetuity on forever ആണ്. So equal payments, periodic payments 60 ആണ്. എന്ന് പറയുന്നത് 0.08. 0.08. 60 divided by 0.08. കിട്ടും 750. 750. Okay. Yes, sir. Then next one. Present value of rupees 1000 received per year forever at a discounting rate of 10%. So ഇവിടെ എന്താണ് forever? Present value of perpetuity is equal to P divided by I. P എത്രയാണ് 1000 divided by I 0.10. P divided by I. 1000 divided by 0.10 to 10,000. Next question. Find the present value of rupees 1000 received from the end of the year 3 forever at a discount rate of 12%. എങ്ങനെയാണ് പഠിക്കുന്നത്? Thousand divided by 0.12. 3. Thousand divided by 0.12. 0.12. Okay. So അപ്പോൾ present value കിട്ടുന്നത് ഇന്നത്തെ ആയിരിക്കും. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. Find the present value of rupees 1000 received from the end of the third year. So first year, second year, third year. Okay. So ഇവിടെ third year end മുതലാണ് എന്ത് സംഭവിക്കുന്നത്? 1000 rupees കിട്ടുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഇൻഡെഫിനിറ്റ് ആയിട്ട് പോവാം. സോ നമ്മളിപ്പം അരുൺ പറഞ്ഞ കണക്ക് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ന് കിട്ടും? തേർഡ് ഇയർ ബിഗിനിങ്ങിലെ പ്രസന്റ് വാല്യൂ അല്ലേ? അതെ സർ. സോ ദാറ്റ് മീൻസ് നമ്മൾ ഫസ്റ്റ് എന്താണ് പെർപെച്യൂറ്റി വെച്ചിട്ട് തേർഡ് ഇയർ ബിഗിനിങ്ങിലെ,
സോ ഇത് പെർപെച്യൂറ്റി ആണ്. സോ തേർഡ് ഇയർ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ഇയർ എൻഡിൽ കിട്ടുന്ന വാല്യൂനോട് ഈക്വൽ ആണ് അല്ലെ. സോ ഫസ്റ്റ് present value of perpetuity. Is equal to എത്ര വരാം നമുക്ക്? ഞാൻ പറഞ്ഞ പോലെ 1000 P divided by I 0.12. 1000 divided by 0.12. Right? 8,333. So round off with 8,333. Clear? So, പക്ഷേ ഇവിടെ നമുക്ക് പ്രസന്റ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ cash inflows are happening from the end of the third year. Okay, so that means third year beginning ലുള്ള പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചു. That means equivalent to second year endil കിട്ടിയത് പോലെ അല്ലേ? സെക്കൻഡ് ഇയർ എൻഡിലെ വാല്യൂ ആണ് എത്രയാണ്? 8,333. The present value of rupees 8,333 is the value at the beginning of year 3. That is at the end of year 2. Correct? So year 2 end I am getting 8,333. That means present value, another present. That means second year beginning, second year, third year, second year end, present value, another cash flow 8,333. So adinte basis ഒരു സിംഗിൾ ക്യാഷ് ഫ്ലോ ആണ് 8,333 എന്ന് പറയുന്നത്. അതിന്റെ ബേസിൽ ഇന്നത്തെ, ദാറ്റ് മീൻസ് 2 വർഷം മുമ്പുള്ള പ്രസന്റ് വാല്യൂ. Therefore, present value. Okay, so single cash flow present value കണ്ടുപിടിക്കുന്ന present value. So second year endil I am getting 8,333 divided by 1 plus I 1.12 the whole square. Present value of single cash flow and future value divided by 1 plus I the whole raised to n. So ഇവിടെ second year endil ആണ് നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നത്. Third year beginning, that means equivalent to second year end. Second year endil I am getting 8,333. അതിന്റെ present value എങ്ങനെ കണ്ടുപിടിക്കാം? Second year endil ഒരു single cash flow and ആ value divided by 1 plus I the whole raised to 2. Ready? 6,643. Clear? Yes, sir. So the third year end ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ ആ തേർഡ് ഇയർ ബിഗിനിങ്ങിലെ പ്രസന്റ് വാല്യൂ വിളിച്ചു. സെക്കൻഡ് ഇയർ എൻഡിൽ കിട്ടിയ ഒരു സിംഗിൾ ക്യാഷ് എടുത്തു. ദെൻ അതിന്റെ ബേസിസിൽ ആ സിംഗിൾ ക്യാഷ് ഉള്ള 2 വർഷം മുമ്പുള്ള പ്രസന്റ് വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Calculate the present value from the following information. Cash flow at the end of year 1, rupees 10,000, growth rate 8%, period of cash inflow infinity. So അടുത്തൊരു theory ആണ്. Present value of growing perpetuity. Present value of growing. So perpetuity ആണ് indefinite ആയിട്ട് infinite ആയിട്ട് നമുക്ക് ഈക്വൽ എമൗണ്ട്സ് കിട്ടുന്നുണ്ട്. അതുകൂടെ പക്ഷേ ആ റേറ്റ് എന്താണ്? ഗ്രോ ചെയ്യുന്നുണ്ട്. സോ PV of growing perpetuity is equal to P divided by I minus G. P divided by I minus G. P cash flow I
interest rate or discount rate, interest rate or discount rate, G, growth rate, G, growth rate. Calculate the present value from the following information. So cash following the first year ended 10,000, then growth rate 8%, period infinity. So present value of growing perpetuity and the present value of growing perpetuity. Present value is equal to P divided by I minus G. So 10,000 divided by 0.12 minus 0.08. 10,000 divided by 0.04. 10,000 divided by 0.04. 2,50,000. 2,50,000. 2,50,000. Good answer. Equals no. A loan of rupees 10 lakh is borrowed for a period of 5 years at an interest rate of 10% per annum. If the repayment are made at the end of each year in equal installments, what is the amount of equal installment? What is the amount of equal installment? ഇവിടെ ഏത് ഫോർമുല യൂസ് ചെയ്യുന്നതാണ്? Loan of rupees 10 lakh is borrowed for a period of 5 years at an interest rate of 10% per annum. The repayments are made at the end of each year in equal installments. What is the amount of installment? So ഇവിടെ present value use ചെയ്യോ future value use ചെയ്യോ formula use ചെയ്യോ? Present value. So because നമുക്ക് ലോൺ കിട്ടി, that means today itself ലോൺ കിട്ടുന്ന ഇന്നാണ് അല്ലെ? ആ 10 lakh rupees എന്താണ് ലോൺ കിട്ടിയ എമൗണ്ട് ആണ്. സോ തിരിച്ചു പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ഈക്വൽ എമൗണ്ട് ആയിട്ട് നമ്മൾ പേ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് പറയാം? പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ V is equal to A into PNI. Present value of annuity regular. So present value അറിയാം 10 lakhs is equal to A into A ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. PNI കണ്ടുപിടിക്കാനായിട്ടുള്ള PNI 1 divided by 1.1 equal to 5 times GT. 2,63,797.48. ശ്രദ്ധിക്കേണ്ടതാണ് ലോണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എല്ലാത്തിനും നമ്മൾ എന്താണ് പ്രസന്റ് വാല്യൂവിന്റെ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. സോ അതിനകത്ത് ഒരെണ്ണം ഡയറക്ട്ലി ഗീവൺ ആയിരിക്കും, ഒരെണ്ണം കണ്ടുപിടിക്കാനുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം മിസ്സിംഗ് ആയിരിക്കും. അവിടെ അതിൽ നമ്മൾ മനസ്സിലാക്കണം ഇൻഡു ചെയ്താണോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താണോ അനുസരിച്ച് കാൽക്കുലേറ്ററിൽ പ്ലാൻ ചെയ്ത് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ വാല്യൂസ് കണ്ടമാനം എഴുതി സമയങ്ങളെ നിൽക്കരുത്. കാൽക്കുലേറ്ററിൽ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ആൻസറിലേക്ക് വരും. Second one, a loan of rupees 1 lakh is borrowed at an interest rate of 12% for a period 1 year. The loan is repayable in equated monthly installments. Monthly installments, calculate EMI. Calculate EMI. So the loan വന്നു നമുക്കിവിടെ ഏത് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഏത് ഫോർമുല യൂസ് ചെയ്യാം? Present value. Present value is equal to present value of annuity regular. P നമുക്കറിയാം 1 lakh. A into ഇവിടെ PNI കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. I എത്ര വരും ഇവിടെ? 12% per annum. പക്ഷെ നമുക്ക് വേണ്ട എന്താ? എത്ര മാസത്തേക്കുള്ളതാണ്? Divided by 12.
divided by 12. 0.12 divided by 12 is equal to 0.01. n എത്ര വരും? 12. So that means PNA കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? PNA കണ്ടുപിടിക്കാനായിട്ട് 1 divided by 1.01 equal to 12 times GT. എത്ര കിട്ടും? കിട്ടിയ ആൻസർ 8,884.87. 8,884.87. കിട്ടിയ ആൻസർ എല്ലാവർക്കും തന്നെ? Anjana, calculate the equated installment and prepare loan repayment schedule from the following details. Loan amount 10 lakh, rate of interest 10% per annum, period of loan 5 years, installment payable annually. Installment payable annually. Good idea. So 10 lakh ആണ് ലോൺ എടുത്തിരിക്കുന്നത്. 5 വർഷത്തെ പീരീഡിൽ ഈക്വൽ ആനുവൽ പേയ്മെന്റ്സ് ആയിട്ട് പേ ചെയ്ത് തീർക്കാണ് 10% ഇൻട്രസ്റ്റ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? ആ ഒരു എ അല്ലെങ്കിൽ ഈക്വൽ ആനുവൽ അന്യൂറ്റി എമൗണ്ട് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ വി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു പി എൻ ഐ. വി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു പി എൻ ഐ. സോ വി എത്രയാണ്? 10 lakh rupees ആണ് ലോൺ എടുക്കുന്നത്. സോ എ ഇൻറ്റു പി എൻ ഐ കണ്ടുപിടിക്കാനുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. പി എൻ ഐ 1 divided by 1.1 equal to 5 times GT. 30A 2,63,797. 2,63,797. സോ 0.48 ഉണ്ട്. റൗണ്ട് ഓഫ് ചെയ്യാണ്. ഒരു നമ്മൾ റീപേയ്മെന്റ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുകയാണ്. സോ നിങ്ങൾ ഓഫീസിലെ ആർട്ടിക്കൽഷിപ്പ് പീരീഡിലെ പ്രൊജക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ ഇത് മനസ്സിലാവും. ഇതേണക്കൊരു സ്റ്റേറ്റ്മെന്റ് നോർമലി എടുക്കാറുണ്ട്. EMI കണ്ടുപിടിച്ചിട്ട് അവർ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമുക്കിനി ആ ഷെഡ്യൂൾ നോക്കാം. Year 1, 2, 3, 4, 5. 1, 2, 3, 4, 5. Loan amount. Beginning of year. Okay. Loan amount at the beginning. So right now, ഇന്നെത്രയാണ് ലോൺ എടുത്തിരിക്കുന്നത്? ലോൺ എമൗണ്ട് എത്രയാണ്? 10 lakhs. സോ എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ്? ലോൺ എടുത്തിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇൻട്രസ്റ്റ് അറ്റ് റേറ്റ് 10%. എത്ര വരും? 10 lakhന്റെ 10%? 1 lakh. 1 lakh. So total outstanding at the end of year. 10 ലക്ഷം ലോൺ എടുത്തു. 1 വർഷം കഴിയുമ്പോൾ എത്രയാണ്? 10% ഇൻട്രസ്റ്റ് കൂടെ നമുക്ക് റീപേ ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്? 11 lakh. അല്ലേ? കറക്റ്റ് അല്ലേ? സോ നമ്മൾ എത്ര റീപേ ചെയ്യും? കണ്ടുപിടിച്ചിരിക്കുന്ന എമൗണ്ട് 5 വർഷം കൊണ്ട് ആണല്ലോ നമ്മൾ പേ ചെയ്യുന്നത്. 2,63,000. ഇക്വേറ്റഡ് ആനുവൽ എമൗണ്ട് എത്രയാണ്? 2,63,797. Therefore, loan outstanding അല്ലെങ്കിൽ ലോൺ എമൗണ്ട് at the end of year എത്ര വരും?
സോ 10 ലക്ഷം ലോൺ എടുത്തായിരുന്നു. ഇൻട്രസ്റ്റ് 1 lakh കൂടെ ചേർത്ത് 11 ലക്ഷം നമുക്ക് ഉണ്ടായിരുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. അതിൽ എത്ര നമ്മൾ റീപേ ചെയ്തു? 2,63,797. സോ 11 lakh minus 2,63,797. സോ മിച്ചം എത്ര വരുന്നുണ്ട്? 2,63,977 1 lakh എങ്ങോട്ട് പോയി? ഇൻട്രസ്റ്റിലേക്ക് പോയി. മിച്ചം ഉള്ളത് ക്യാപിറ്റലിലോട്ടും കുറഞ്ഞു എടുത്തു. മിച്ചം എത്ര ഉണ്ട്? ലോൺ എമൗണ്ട് എത്രയുണ്ട്? 8,36,203. അല്ലെ? സോ സെക്കൻഡ് ഇയർ ബിഗിനിങ്ങിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ എത്രയാണ്? 8,36,203. സോ ഇതിന്റെ 10% ആണ്. റൗണ്ട് ഓഫ് നമുക്ക് എത്രയാണ്? 83,620 ആണ് ആ വർഷത്തെ ഇൻട്രസ്റ്റ് വരുന്നത് അല്ലെ? സോ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? അതായത് ഓപ്പണിങ്ങിലുള്ള ലോണും ആ വർഷത്തെ ഇൻട്രസ്റ്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 9,19,000 അല്ലെ? 90 അല്ലത് 19 അല്ലേ? 823 അല്ലെ? സോ ആ വർഷം നമ്മൾ ഈക്വേറ്റഡ് ആനുവൽ പേയ്മെന്റ് എത്ര ഉണ്ട്? 2,63,797. സോ ഇതില് 83,620 ഇൻട്രസ്റ്റിലേക്ക് പോകും. ബാക്കി മിച്ചമുള്ളത് എവിടെ നിന്നും കുറയും? ക്യാപിറ്റലിൽ നിന്ന് കുറയും. സോ ലോൺ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് എത്രയുണ്ട്? 19,823 മൈനസ് 2,63,797 ആണ് 6,56,026 അല്ലെ? 6,56,026. ഈ വർഷം എടുക്കുക 10%. റൗണ്ട് എടുക്കുക. അത് പോയിന്റ് ഇട്ട് സമയങ്ങളായിരിക്കുക. 65,603. $7,21,629. വർഷം എത്ര പേ ചെയ്യുന്നുണ്ട്? 2,63,797. 2,63,797. വരും 4,57,832. സോ ഫോർത്ത് ഇയറിന്റെ ബിഗിനിങ്ങിൽ നമ്മുടെ ലോൺ ഔട്ട്സ്റ്റാൻഡിംഗ് 4,57,832. സോ ആ വർഷത്തെ ഇൻട്രസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും 45,783. 45,783. $5,03,650. 2,63,797. വരും ലോൺ ഔട്ട്സ്റ്റാൻഡിംഗ് 2,39,818 അല്ലേ? സോ 2,39,818. സോ റൗണ്ട് ഓഫിന് ചെറിയ ഡിഫറൻസ് കാണിക്കുമായിരിക്കും. ഇവിടെ എത്ര വരും? 23,982. സോ ആഡ് ചെയ്ത് നോക്കാം. 2,63,800. 2,63,800. 2,63,797. സോ ഒരു 3 rupees നമ്മൾ ഇവിടെ കൊണ്ട് തീരുന്ന രീതി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ 3 rupees ഇവിടെ കയറ്റിയോ എങ്ങനെയെങ്കിലും അടച്ച് ജസ്റ്റ് 3 rupees കുറച്ച് കഴിഞ്ഞാൽ കറക്റ്റ്. സോ 3 ആണ് വരുന്നത്. നെഗ്ലിജിബിൾ എമൗണ്ട്. അങ്ങനെയാണ് ആ ലോൺ ഷെഡ്യൂൾ. ക്ലിയർ അല്ലേ? സോ നിങ്ങൾ ഓഫീസിൽ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ പ്രൊജക്ഷൻ ഇത്ര വർഷത്തേക്ക് ചെയ്യുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ഇത് തന്നെയാണ് അവിടെ ചെയ്യുന്നത്.
ഈ EMI കണ്ടുപിടിക്കും. Then ആൻസർ ലഭിക്കും. ഓക്കെ അല്ലേ? Yes, sir. Okay, sir. Next one. So നോക്കാം. The interest rate is 12%. What is the doubling period as per Rule 72 and Rule 69 respectively? Okay. ഒന്ന് നോട്ട് ചെയ്യാം. ഇവിടെ കൊടുക്കുക. Doubling period. Doubling period. It is the time required for an investment. For an investment. For an investment to get double. Okay. So that means ഞാൻ 1 രൂപ ഇട്ടാൽ അവിടെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റില് അത് 2 രൂപയാകാനായിട്ട് എടുക്കുന്ന ടൈം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു 2 ഷോർട്ട് കട്ട് ഫോർമുലാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റൂൾ 72 റൂൾ 16 എന്ന് പറഞ്ഞ 2 റൂൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടും ഏകദേശം അടുത്തുള്ള ഒരു ആൻസർ ആണ് കിട്ടുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു ആൻസർ കിട്ടും നമുക്ക് ഡബിൾ ചെയ്യാനുള്ള പീരീഡ്. ഓക്കെ, സോ എന്താണ് ക്വസ്റ്റ്യൻ എഴുതാം. റൂൾ 72. റൂൾ 72. As per this rule, the period required, the time period or period required for an investment, to get double, is equal to 72 divided by I. 72 divided by I. I is equal to rate of interest. I is equal to rate of interest. Then rule 69. As per this rule, the period required for an investment to get doubled is equal to 0.35 plus 69 divided by I. 69 divided by I. Percentage കൊടുത്തിട്ട് കോഴ്സ് ഇവിടെ ഡെസിമൽ അല്ല യൂസ് ചെയ്യുന്നത്. ആ വാല്യൂ എത്രയാണ്, എത്ര പെർസെന്റ് ആണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ഈ 2 റൂളിലും ചെയ്യുന്നത്. നോട്ട് ചെയ്തോ. ഇത് രണ്ടും ഒരു ഷോർട്ട് കട്ട് ഫോർമുലയാണ്. നോക്കാം. If the interest rate is 12%, what is the doubling period as per Rule 72 and Rule 69 respectively? So interest rate 12% ആണെങ്കിൽ Rule 72 വരും 72 divided by 12. So 0.12 അല്ല 12 is equal to 6 years. So ഏത് എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് 12% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ഡബിളിംഗ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾ 72 വെച്ചിട്ട് 72 ഡിവൈഡഡ് ബൈ എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ പീരീഡ് ഫോർ ഏത് എമൗണ്ട് ആണെങ്കിലും ആ എമൗണ്ട് ഡബിൾ ആകാനുള്ള പീരീഡ്. Then
റൂൾ 69 ആണ്. റൂൾ 69 ആണെങ്കിൽ ഫോർമുല വരും 0.35 പ്ലസ് 69 ഡിവൈഡഡ് ബൈ 12. divided by 12 plus 0.35. Right? 6.1 and 6.1 years. Sorry, difference. Random approximation ആണ്. രണ്ട് ഫോർമുലാസ് രണ്ട് രീതിയിലും യൂസ് ചെയ്യാറുണ്ട്. റൂൾ 72 ആണെങ്കിൽ 6 years ആണ് ഡബിൾ ആകുന്നത്. റൂൾ 69 ആണെന്നുണ്ടെങ്കിൽ 6.1 ഇയറിലാണ്. സർ 6.1 years 6 years 1 month ആയിട്ട് എഴുതാവോ? 6.1 എന്ന 0.10 എന്നാണ്. അതായത് ശരിക്കും 6 years and 1 month ആണോ അത്? അതുകൊണ്ട് എപ്പോഴും അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0.1 ആ പോയിന്റ് അത് ഒരു ഇയറിനെയാണ് 0.1 × 12 എടുക്കേണ്ടത് 1.2 എന്ന രീതിയിൽ വരും. സോ ബെറ്റർ മന്തിലേക്ക് ആക്കാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ കിട്ടുന്നത് ഇയേഴ്സ് ആണ്. സോ 6.1 എന്ന് പറയാൻ 6.2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചാടിക്കറി 6 years 2 months 1 month എന്ന് എഴുതരുത്. ഇത് പക്ക ഇയറിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. കിട്ടിയല്ലോ ആൻസർ? Sir. Next question. Interest rate is 8%, doubling period. Rule 72 ലും വേണം. Rule 69. Rule 72 divided by 8. 9 years. Rule 69 ആണെങ്കിൽ 0.35 plus 69 divided by 8. That is 8.975 years. So ഇനി ഏതൊക്കെ പ്രോബ്ലംസ് ആണ് വെച്ചിരുന്നത്? So നോക്കാം. X will receive rupees 1 lakh by the end of first year from an investment scheme, and the revenue is expected to grow by 10% per annum each year up to 5th year. What is the maximum amount that he can consider investing in the scheme? He is expecting a return of 15% per annum. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. Here 1 2 3 4 5 cash inflows. So first year എത്രയായിരുന്നു? ഇൻഫ്ലോ വരുന്നത് 1 lakh. So second year ആകുമ്പോൾ എന്ത് സംഭവിക്കും? Expecting revenue is expected to grow by 10%. So എത്രയാവും സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്കും? 1 lakh plus 10% വരും 1,10,000. തേർഡ് ഇയർ ആകുമ്പോൾ ഈ 1,10,000 വീണ്ടും 10% ഇൻക്രീസ് ചെയ്യും പ്ലസ് 10% വരും 1,21,000. ഫോർത്ത് ഇയർ ആകുമ്പോൾ ഈ 1,21,000 വീണ്ടും 10% ഇൻക്രീസ് 1,33,100. Then ഇത് വീണ്ടും 10% ഇൻക്രീസ് ചെയ്യുമ്പോൾ വരും 1,46,410. Okay. So that means നമുക്ക് ഇവിടെ എന്ത് പറയാം? നമുക്കെല്ലാം ഡിഫറെന്റ് വാല്യൂസ് ആണെന്ന് പറയാം. സോ എക്സ്പെക്ടിങ് റിട്ടേൺ എത്രയാണ്? 15% പെർ ആനം ആണ്. സോ നമുക്ക് എന്ത് പറയാം? പി വി ഫാക്ടർ at 15%. That means 1 divided by 1.15. 1 divided by 1.15. Return 0.870. Round off ഇതാണ്. Then 3 നോക്കാം അടുത്ത return 0.756. Then 0.658. Then 0.572.
0.497. So present value of cash inflows. There, corresponding terms multiply the data. 1 lakh into 0.870. 87,000. 87,000. Then 1 lakh 10,000 into 0.756. 83,160. Then 121 lakh 21,000 into 0.658. 79,680. Then 1,33,100 into 0.572. 76,000. 133.20. Then 1,46,410 into 0.497. 72,765.77. So total എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? Present value. Present value. Three lakh 98,000. 3,98,676.97. So ഇവിടെ നമുക്ക് ഇതിനകത്ത് ആനുവിറ്റിയിൽ 10% ഗ്രോ ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഫോർമുല കൂടെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് ചെയ്യാം. സോ നോർമലി നമുക്ക് ഡിഫറെന്റ് എമൗണ്ട് ആണെങ്കിൽ ആനുവിറ്റി അല്ല എന്നാണ് പറയുന്നത്. ബട്ട് ഇവിടെ ഓരോ വർഷവും 10%, ദാറ്റ് മീൻസ് ഗ്രോയിങ് ആനുവിറ്റി എന്ന രീതിയിൽ ഒരു ഫോർമുല വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഏകദേശം റൗണ്ട് ഓഫ് ഡിഫറൻസ് വ്യത്യാസം നമുക്ക് സെയിം ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. പ്രസന്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് ആനുവിറ്റി. ബിക്കോസ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കും ഡിഫറെന്റ് എമൗണ്ട് എന്നല്ല, ആ ആനുവിറ്റി ഇൻകം 10% ഇൻക്രീസ്. സോ പ്രസന്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് ആനുവിറ്റി. സോ പ്രത്യേകിച്ച് ഫോർമുല ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്താണ് ആ ഫിഗർ കണ്ടുപിടിക്കുന്നു. ആനുവിറ്റി അല്ലാത്ത ഓരോ സിംഗിൾ ക്യാഷ് ഫ്ലോ പോലെ പ്രസന്റ് വാല്യൂ ഫാക്ടർ ഇട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന കേസ് പറഞ്ഞു ഇവിടെ കറക്റ്റ് 10% എന്ന് പറഞ്ഞു നമുക്കൊരു ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്തും ഇത് സോൾവ് ചെയ്യാം. സോ പ്രസന്റ് വാല്യൂ PV ഓഫ് ഗ്രോയിങ് ആനുവിറ്റി. സോ ഡിഫറെന്റ് എമൗണ്ട് അല്ല വന്നിരിക്കുന്നത്, ആ ആനുവിറ്റി ഇത്ര പെർസെന്റേജ് ആണ് ഗ്രോ ചെയ്യുന്നതെന്ന് പറയാം. ഗ്രോയിങ് annuity is equal to a അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഇയർ എമൗണ്ട് into 1 minus I plus G the whole raised to n divided by 1 plus I the whole raised to n divided by I minus G. I minus G. I minus G. വേണമെങ്കിൽ 1 എന്ന് കൊടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇയറിലെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. ബിക്കോസ് ആനുവിറ്റി ആയിട്ടല്ല വരുന്നത്, ഡിഫറെന്റ് എമൗണ്ട് ആണ്. 10% അല്ലെങ്കിൽ ഒരു ഇത്ര പെർസെന്റേജ് ഗ്രോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫോർമുല ആണിത്. ഇവിടെ അല്ല 1 എന്ന് കൊടുക്കാം. ഇൻക്രീസ് ചെയ്യുന്ന 1 plus G the whole raised to n divided by 1 plus I the whole raised to n the whole divided by I minus G. So
നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമുക്ക് ഈ ഫോർമുല വെച്ച് നോക്കാം. പ്രസന്റ് വാല്യൂ is equal to A1 into 1 minus 1 plus G the whole raised to n divided by 1 plus I the whole raised to n the whole divided by I minus G. ഇവിടെ A1 എത്രയാണ്? A1 എത്രയാണ്? 1 lakh അല്ലേ? ക്ലിയർ അല്ലേ ഫോർമുല? അതെ സർ. This. So 1 lakh into 1 minus ഇവിടെ G എത്രയാണ്? 10% അല്ലേ? അല്ലെങ്കിൽ 1.01 0.10 1.1 the whole raised to 5 divided by 1.15 1.15 the whole raised to 5 the whole divided by I ഇതായിരുന്നു 0.15 minus 0.10 കാൽക്കുലേറ്റ് നോക്കാം. സോ ഇത് ഈ ഫിഗർ കണ്ടുപിടിക്കണം, ഈ ഫിഗർ കണ്ടുപിടിക്കണം. അത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് 1 minus something divided by so and so. 3 lakh 3 lakhs 98,583.79. 580. ഏകദേശം നമുക്ക് 3,90,000 ആ റൗണ്ട് ഓഫ് ഡിഫറൻസിന് മിച്ചം വരുന്നതാണിത്. കറക്റ്റ് നമ്മൾ ഫിഗർ എടുത്തു കഴിഞ്ഞാൽ 3,98,000 എത്രയായിരുന്നു? 583 സംതിങ് അല്ലേ? 3,98,580 So that 1 minus 1.61051 divided by 2.01136 the whole divided by 0.05. ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ 3,98,583. സോ അങ്ങനെ ഒരു ആൻസറിലേക്ക് കിട്ടിയ എല്ലാവർക്കും കിട്ടി സർ. You have a right to harvest a tea plantation for the next 6 years, over which you expect to get 1 lakh cubic feet tea per year. The current price of cubic feet tea is rupees 500, but it is expected to increase at the rate of 8% per year. The discounting rate is 15% present value of tea. So next 6 yearsലേക്കാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് 6 yearsലേക്കാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കിവിടെ ഏതാണ് ഗ്രോയിങ് ആന്യൂറ്റി, ആ രീതിയിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ആൻസർ ലേക്ക്. അതർവൈസ് നമ്മൾ ഓരോ ഫിഗറും കണ്ടുപിടിച്ച് പ്രസന്റ് വാല്യൂ ഫാക്ടർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് വരും. സോ ഇവിടെ ഗ്രോയിങ് ആന്യൂറ്റി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർമുല എന്താണ്? ഗ്രോയിങ് ആന്യൂറ്റിയുടെ present value of growing annuity. Present value of growing annuity. So A1 into 1 minus 1 plus G all raised to n divided by 1 plus I the whole raised to n the whole divided by I minus G. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. സോ എത്രയാണ്? 1 lakh cubic feet ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. റൈറ്റ് നൗ പ്രൈസ് പെർ ക്യൂബിക് ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ആണ്. സോ നമുക്ക് നെക്സ്റ്റ് 6 yearsലേക്കാണ്. സോ ഇപ്പൊ റൈറ്റ് നൗ 500 ആണ്, ബട്ട് എൻഡ് ആകുമ്പോഴത്തേക്കും എത്ര ഇൻക്രീസ് ചെയ്യും? 8% അല്ലെ?
സോ ഈ 500ന്റെ കൂടെ 8% കൂടി ഇൻക്രീസ് ചെയ്താൽ എത്രയായിട്ട് മാറും? Cash inflow at the end of period 1 എത്രയായിരിക്കും? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 1 lakh into എത്ര വരണം? So right now എത്രയാണ് cubic feet? 500 ആണ്. But at the end of year എത്രയാണ്? 8% increase ചെയ്യും. 8% increase ചെയ്യുമ്പോൾ എത്രയായിട്ട് മാറും cubic feet-ന്? 540. സോ ഇങ്ങനെയാണ് എഴുതുക. 500 പ്ലസ് ബ്രാക്കറ്റിൽ എഴുതുക. പിന്നീട് എങ്ങനെ 540 വന്നു ഡൗട്ട് വരരുത്. സോ 500 എടുത്താൽ ഗോൺ, ബിക്കോസ് റൈറ്റ് നൗ ഇറ്റ് ഈസ് 500 at the end of year 1 അല്ലെങ്കിൽ at the end of period 1 8% increase ചെയ്യും. സോ 500 പ്ലസ് 8% നമ്മുടെ ഒരു നോട്ട് കൊടുത്തിരിക്കുക. സോ എത്ര വരും? 1 lakh into 540. 5 crores 40 lakhs. $5 crores 40 lakhs. So first end year endil നമുക്ക് കിട്ടിയിട്ടുണ്ട്. Then നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 crores 40 lakhs into 1 minus എത്രയാണ്? 8% ആണ്. 1.08 the whole raised to 6 divided by 1.15 the whole raised to 6 the whole divided by 0.15 minus 0.08. Compute the answer. Right answer. 24 crore 21 lakh 91,006 something around of 90,338. round of difference 90,000 something. Six 0.05 0.07. Lakh 24 crores 42 lakh 24 crores. No idea. $90,000. 90,000 റൗണ്ട് ചെയ്തിരുന്നല്ലേ? സോ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ 24 crores 21 lakhs 90,000. Okay. Okay, sir. Okay. എല്ലാ പ്രോബ്ലം ആയോ? കിട്ടിയല്ലോ ആൻസർ?
Clear now? Storing Yes, sir. Yes, sir. 30,000 ഉണ്ടല്ലേ. സോ നമുക്ക് സോൾവ് ചെയ്തെടുത്തേക്കാം. നോക്കാം. Calculate the present value from the following information. Cash flow at the end of year 4, rupees 10,000. Growth 8%. Period of cash inflow infinity. Discount rate 12%. Discount rate 12%. ഒന്ന് ട്രൈ ചെയ്യാം. So fourth year at the end of fourth year ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പെർസെന്റ് വാല്യൂ നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്യുന്നു. അതേപോലെ എന്ത് കിട്ടും ഒന്ന് ട്രൈ ചെയ്യാം. സോ ഇവിടെ ഇൻഫിനിറ്റി ആണ്, പെർപെച്യൂറ്റി ആണ്. പ്രസന്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെച്യൂറ്റി. എന്ത് കിട്ടും? സോ ഫോർത്ത് ഇയർ എൻഡിലെയാണ് നമ്മൾ, എൻഡ് ഓഫ് ഫോർത്ത് ഇയർ ആണ്. സോ കിട്ടും 10,000 divided by, so P divided by I minus G ആണ്. ഇത്ര 0.12 minus 0.08 കിട്ടും. Ready? 2,50,000 അല്ലേ. സോ ഈ 2,50,000 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർത്ത് ഇയർ ബിഗിനിങ്ങിലെ പ്രസന്റ് വാല്യൂ അല്ലേ. സോ ദാറ്റ് മീൻസ് തേർഡ് ഇയർ എൻഡിൽ കിട്ടുന്ന ഒരു എമൗണ്ട് ആയിട്ട് നമുക്ക് ഒരു സിംഗിൾ എമൗണ്ട് ആയിട്ട് എടുക്കാം അല്ലേ. സോ എഴുതുക, ദിസ് പ്രസന്റ് വാല്യൂ ഓഫ് 2,50,000 represents present value at the beginning of fourth year, that is at the end of year 3. At the end of year 3. Okay, therefore, present value. So the single cash flow present value നമുക്ക് പറയാം. Fourth year beginning, third year end 2,50,000 കിട്ടി. So without growth rate പറയാം. നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിലേക്ക് ഗ്രോത്ത് വരുന്നത് നമുക്ക് ഫസ്റ്റ് ഫ്ലോ മുതലാണ്, ഫോർത്ത് ഇയർ മുതലാണ്. ദാറ്റ് മീൻസ് ഡിസ്കൗണ്ടിങ് റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് 12% ആയിട്ട് എടുക്കുക. സോ സിംഗിൾ ക്യാഷ് ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഫ്യൂച്ചർ വാല്യൂ ആയിട്ടുള്ള 2,50,000 ഡിവൈഡഡ് ബൈ 1 + i the whole raised to n. n ഇവിടത്തെയാണ് 3. 1.12 the whole raised to 3. Right answer. $1,77,945.06. Clear? So ഇത്രയാണ് നമ്മുടെ പ്രസന്റ് വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സോറി, ടൈം വാല്യൂ ഓഫ് മണിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് പ്രസന്റ് വാല്യൂവിന്റെ കമ്പ്യൂട്ടേഷൻ. ബിക്കോസ് ഡിസിഷൻ മേക്കിംഗ് എല്ലാം തന്നെ നോർമൽ സെനാറ്റിൽ എല്ലാം തന്നെ വരുന്നത് പ്രസന്റ് വാല്യൂ ആണ്. ചുരുക്കം കേസിലാണ് നമ്മൾ ഫ്യൂച്ചർ വാല്യൂയുടെ കേസിലോട്ട് പോകുന്നത്. സോ പ്രസന്റ് വാല്യൂ ആണ്, ആ കാൽക്കുലേറ്ററിലെ സ്പീഡാണ് നമുക്ക് വേണ്ടത്. സോ ഈ ടൈം വാല്യൂ വെച്ചിട്ട് നമ്മൾ ഇനി അടുത്ത ഓരോന്ന് ഡിസിഷൻ മേക്കിംഗിലേക്ക്, ക്യാപിറ്റൽ ഡിസിഷൻ മേക്കിംഗ്, ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്, ദെൻ അവിടെ അങ്ങോട്ട് ഇനി ഇത് കണക്ട് ചെയ്ത് കുറച്ച് ലിവറേജ് അനാലിസിസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ ഡിസിഷൻ മേക്കിംഗിൽ വരുന്ന സെനാരിയോയിലെല്ലാം തന്നെ നമുക്ക് എന്ത് വരും? ഈ പ്രസന്റ് വാല്യൂവിന്റെ ഒരു ആപ്ലിക്കേഷൻ വരും. സോ വർക്കിംഗ് ക്യാപിറ്റൽ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനകത്ത് എല്ലാം തന്നെ പ്രസന്റ് വാല്യൂ ഫാക്ടർ, മെഷീനറി പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ആ ഏരിയ മുഴുവൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. അവിടെ എല്ലാം യൂസ് ചെയ്യുന്നത് ഈ ടൈം വാല്യൂ ഓഫ് മണിയുടെ ആപ്ലിക്കേഷൻ ആണ്. സോ ക്ലിയർ അല്ലേ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം? ഓക്കെ, സോ റിമൈൻ നമുക്ക് നെക്സ്റ്റ് സെഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.